നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ചെന്നിട്ട് ഈ ഒരു ഫീച്ചർ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോളം നോക്കുക. ഇനി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് നിങ്ങൾ ചെയ്തു വെക്കുക. വെറും 2 മിനിറ്റിൻ്റെ കേസുള്ളൂ. പക്ഷേ ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകളാവട്ടെ, ഫോട്ടോസ് ആവട്ടെ, വീഡിയോസ് ആവട്ടെ, എല്ലാം നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് ഡെയിലി ആവാം, മന്ത്ലി ആവാം, നമുക്ക് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തു വെച്ചാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അഥവാ ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി, എറേഴ്സ് വന്നിട്ട് എന്തെങ്കിലും പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ സംഭവങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ബാക്കപ്പിൽ നമ്മുടെ മെയിൽ ഐ ഡി ആഡ് ചെയ്തിട്ട് അത് എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ ചാറ്റ് ചെയ്യുന്ന എല്ലാം ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ലോസ് ആവുകയോ വാട്സപ്പ് നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വാട്സപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും പഴയ എല്ലാ ചാറ്റുകളും അതിലുള്ള ഫോട്ടോസും വീഡിയോസും അതുൾപ്പെടെ നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പലരും ശ്രദ്ധിക്കാറില്ല. ചിലവരൊക്കെ മെയിൽ ഐ ഡി ആഡ് ചെയ്ത് വെക്കാറുണ്ട്, പക്ഷേ അത് എനാബിൾ ആണോ എന്നുള്ള ചെക്ക് ചെയ്യാറില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. താഴെ സെറ്റിംഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാറ്റ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ്. ഇത് ഓൾറെഡി കൊടുത്തതുകൊണ്ട് തന്നെ എൻ്റെത് ഇവിടെ ബാക്കപ്പ് ആയിട്ടുള്ള ഡേറ്റ് എത്രയാണ്, MB സൈസ് എത്രയാണ് ബാക്കപ്പ് ആയിട്ടുള്ളത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഇത് എനാബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളൊരു മെയിൽ ഐ ഡി ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് എനാബിൾ ആവണമെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഡ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് അടിക്കുക, അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതേപോലെ നിങ്ങളുടെ മെയിൽ ഐ ഡി ആഡ് ആവും, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് നേരെ സെലക്ട് ചെയ്യുക. ഇവിടെ നെവർ എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങളത് അത് ബാക്കപ്പ് ആവുന്നില്ല, അവിടെ നെവർ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കൊടുത്താൽ മാത്രമേ ആവുകയുള്ളൂ. അല്ലെങ്കിൽ 1 ടാപ്പിൽ ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കൊടുത്താൽ മാത്രമേ ആവുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ദിവസത്തിൽ ബാക്കപ്പ് ചെയ്യാം, മന്ത്ലി ബാക്കപ്പ് ചെയ്യാം, വീക്കിലി ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ്. കാരണം നമുക്ക് ആ ദിവസമുള്ളത് എല്ലാം ആ ഒരു മോർണിംഗ് ടൈമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കപ്പ് ആവും. അപ്പോൾ എല്ലാ ചാറ്റും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. നെറ്റിനനുസരിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ബാക്കപ്പ് ഓവർ എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് വൈഫൈ വരുന്ന സമയത്ത് മാത്രം, വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ബാക്കപ്പ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൈഫൈയും മൊബൈൽ ഡാറ്റയും മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉള്ള സമയത്തും ബാക്കപ്പ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമുള്ള ഓപ്ഷൻസ് കൊടുക്കുകയായിരിക്കും നല്ലത്. കാരണം എപ്പോഴും നമ്മൾ വൈഫൈ കണക്റ്റഡ് ആവണമെന്നില്ല. അതല്ല നിങ്ങൾ സ്ഥിരമായിട്ട് വൈഫൈ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഓവറായിട്ട് തീരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൈഫൈ ഓൺലി എന്നുള്ളത് സെലക്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ വൈഫൈ ഓർ സെല്ലുലാർ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെല്ലുലാർ സെലക്ട് ചെയ്താൽ മാത്രമേ വൈഫൈ ഇല്ലാത്തവർക്ക് അത് ബാക്കപ്പ് ആവുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡൺ. ഇത്ര മാത്രമേ നിങ്ങൾ സെറ്റിംഗ്സ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ആ ഒരു സമയത്ത് കാണും. നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ബാക്കപ്പ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതേപോലെ ബാക്കപ്പ് ആകുന്ന കാണാം. നിങ്ങൾ ഡെയിലി, മന്ത്ലി അല്ലെങ്കിൽ ഈ വീക്കിലി ഏതാണോ സെലക്ട് ചെയ്ത് ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക് തന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചാറ്റ് എല്ലാം ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് എത്ര MB ആണോ എന്നുള്ളത് അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് പോകുമെന്നുള്ളൂ. പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ചാറ്റുകളും നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. ചിലപ്പോൾ പല തെളിവുകളൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടുള്ളതാണ്. ചിലതൊന്നും തിരിച്ച് കിട്ടുകയില്ല. പിന്നെ ഇവിടെ താഴെയായിട്ട് ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളത് നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടായിരിക്കും ബാക്കപ്പ് ആകുന്നത്. അത് ഒരുപാട് MB എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ എനാബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു ഫീച്ചറൊക്കെ മുന്നേ ഉള്ളതല്ലേ, വളരെ ഓൾഡ് ആയിട്ടുള്ള സംഭവമല്ലേ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, എല്ലാവരും സെറ്റപ്പ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറയുന്നവരും കൂടെ ഈ ഒരു സെറ്റിംഗ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം സെറ്റിംഗ്സ് 1 or 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കപ്പ് ആവുന്നുണ്ടാവില്ല, നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ എപ്പോഴും നമ്മൾ എടുത്തു നോക്കുന്ന ഒരു സെറ്റിംഗ്സ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേര് ഈ ഒരു സംഭവം ചോദിക്കുന്നതാണ്, എടുത്തു തരാൻ പറ്റുമോ, അങ്ങനെ എടുക്കാൻ പറ്റുമോ, ഇങ്ങനെ എടുക്കാൻ പറ്റുമോ. അപ്പം മുന്നേ നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും അയച്ചു കൊടുത്താൽ അവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നിങ്ങളുടെ ലൈക്കിനൊക്കെ അനുസരിച്ചായിരിക്കും അടുത്തടുത്ത് നല്ല നല്ല വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.